നമ്മളുടെ കാറ് പേരൻസ് കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ സ്വീറ്റ് കോൺ മഷ്റൂം സൂപ്പ് റെഡി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇരിക്കല്ലേ എന്ത് രണ്ട് പെട്ടിയായിട്ടൊക്കെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്ന കൊറിയറാണ്. ഹേസൂടെ അപ്പച്ചി അമ്മച്ചി അയച്ചതാണ്. അപ്പോൾ എന്താണെന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ആദ്യം ഹേസുവിൻ്റെ ഒരു കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. അവളുടെ റിയാക്ഷനൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തുറക്കല്ലേ? ഓക്കെ, ഹേസു പൊട്ടിക്കാം. പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചത്. എന്താ അവസ്ഥയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. നോക്കാം. ഹേസ്മോൾ അപ്പം എടുത്ത് പോ. അപ്പം എടുത്ത് പോ. ഇരിക്കുന്നോ? ഇനി വാ, അവിടെ തണുപ്പാ. ഇനി വാ, അപ്പം എടുത്ത് വാ. നിങ്ങളുടെ മുറിയാത്ത ഹേസ്മോളുടെ കാറ്. അവളെക്കാൾ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക്. ഇത് ഹേസിന്റെ ഒരു ഫേവറേറ്റ് ടോയ് ആയിരുന്നു. ഇതൊരു പ്ലെയിൻ. ഇത് ബാറ്ററിയാ. നോക്ക്, അതെല്ലാം ഇനി നമുക്ക് ഇതാക്കണം, അസംബിൾ ചെയ്യണം. കുറെ വേസ്റ്റ് തുണിയും അയച്ചിട്ടുണ്ട്. ഇതാണ് പേരൻസ് കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് പറയുന്നത്. പേപ്പർ വെക്കണം എന്ന് പറയാൻ ഞങ്ങൾ മറന്നുപോയി. പക്ഷെ അവർ ഓർത്ത് പേപ്പർ വെച്ചത്. ഇതാണ് പേരൻസ്. താങ്ക്യു അപ്പൊ ചമ്മച്ചി. ഞങ്ങൾ ശരിക്കും മറന്നുപോയി പേപ്പർ വെക്കണം എന്ന് പറയാൻ. പക്ഷെ അവർ ഓർത്ത് വെച്ചു. സെറ്റ് ചെയ്തുതരാം. എന്താ ഇത്? എനിക്കിതൊക്കെ മാറ്റട്ടെ. ഫോണൊക്കെ ഉള്ള ഭയങ്കര സെറ്റപ്പാണ്. യേശുവിന് ഗിഫ്റ്റ് കിട്ടിയതാ കേട്ടോ ഇത് കാറ്. ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പച്ചൻ പറഞ്ഞായിരുന്നു സ്റ്റിയറിംഗ്. ഇത് ബാറ്ററിയാ. നല്ല സ്ക്രൂ ഒക്കെ സെറ്റ് ചെയ്ത് സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഡിക്കിക്കകത്ത് കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ ഇത്? ഇതെന്തുവാ? ഓർമ്മയുണ്ടോ? ഉണ്ടോ? കേറിയിരുന്നോ? കേറിയിരി. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ഇവിടെ വെച്ചോ. ഇവിടെ വെക്കാതെ. ഞങ്ങള് ബാംഗ്ലൂരിൽ മാറിയതിനു ശേഷം കേട്ടോ ഇത് വീഡിയോ നമ്മളെ അറിയാത്തവർക്ക് മനസ്സിലാവത്തില്ല. ഞങ്ങള് നാട്ടിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ. പിന്നെ ബാംഗ്ലൂരിലേക്ക് മാറി. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. അപ്പോഴാണ് കൊറിയർ ചെയ്തതെല്ലാം. ഇതിനകത്തും എന്തൊക്കെയോ ഉണ്ട്. ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഞാൻ അവൾക്ക് സമാധാനം. അവൾ അവിടെ ഇരുന്ന് കളിച്ചോളൂ. ചവിട്ടി ഓടിച്ചേ. മറന്നുപോയി. ഇല്ല, അന്ന് ഇതിനകത്തിരിക്കുമ്പോ കാല് പോലും എത്തത്തില്ല. പീക്കറി. ഇപ്പൊ നോക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സാധനം ഇതും ഹേസുവിന്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു ടോയ് ആയിരുന്നു. ഹേസ്കുട്ടിക്ക് നല്ല പുതിയ കുറെ ഡ്രസ്സ്, ഇവിടെ സുജമമ്മി കൊണ്ടുവന്ന ഡ്രസ്സുകൾ കുറെ എല്ലാം മമ്മി അയച്ചു വിട്ടിട്ടുണ്ട്. അയ്യോ, മഞ്ഞപ്പൊടി പൊട്ടിയിട്ടുണ്ട് ഗൈസ്. പൊട്ടിയോ? പൊട്ടി. മഞ്ഞപ്പൊടി ചെറുതായിട്ട് പൊട്ടി. നല്ല ഡ്രസ്സ്. നോക്ക, അടിപൊളി. ഉടുപ്പ് കിട്ടിയ അടിപൊളി ഉടുപ്പാണ്. റാഗിപ്പൊടി ഉണ്ട്. റാഗിപ്പൊടി. ഹായ്, ചേച്ചിയുടെ ഉടുപ്പ്. കുപ്പിപ്പാല്. കുട്ടിക്ക് വേറൊരു ഐറ്റം ഉണ്ട്. പോട്ടി. അവൾക്ക് പോട്ടിയിലൊക്കെ ഇരിക്കാനുള്ള ഒരു ഇതായി. അപ്പം
നാട്ടിലായിരുന്നു അത്, അന്നേരം അതും കൂടെ അയച്ചിട്ടുണ്ട്. പിന്നെ അതെ ചോക്ലേറ്റ്, എനിക്ക് വേണ്ടത് ഈ സാധനമാണ് ചോക്ലേറ്റ്. നല്ല ബോക്സ്, കേബിൾ കാർ ഷേപ്ഡ് ചോക്ലേറ്റ് ആണ്. കേബിൾ കാർ ഷേപ്ഡ് മിൽക്ക് ചോക്ലേറ്റ്സ്. കൊള്ളാം, അടിപൊളി. നല്ല ബോക്സ്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് വന്ന സാധനമാണ്. സാൻ ഫ്രാൻസിസ്കോ വന്നതാണോ സുജമ്മ കൊണ്ടത്? അപ്പോൾ കേബിൾ കാർ ഷേപ്ഡ് മിൽക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഇത് ഹേസ്കുട്ടിയുടെ പോട്ടി, ഹേസുകുട്ടിക്ക് മേടിച്ചു കൊടുത്തേന്ന് തോന്നുന്നു കേട്ടോ, കേബിൾ കാർ ആ ഷേപ്പിന് വേണ്ടി. പിന്നെ ദേ ഇത് ഹേസുവിൻ്റെ ഷൂസ്. ഇത് അപ്പച്ചനും അമ്മച്ചിക്ക് ഹേസുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത ഷൂസാണ്. ഇത് അവളങ്ങനെ ഇട്ടിട്ടില്ല. ഇപ്പം നടക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഇതൊക്കെ പ്രയോജനപ്പെടുന്നു. പിന്നെ ഫ്ലാസ്ക്, ഇത് നാട്ടിൽ ഞാൻ മറന്നു വെച്ച സാധനമാണ് ഫ്ലാസ്ക്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അരിപ്പൊടി ആണ്. ലവ് ഫ്രം അവർ പേരൻസ്. ഇനി നമ്മളൊരു ചെറിയ റെസിപ്പി ഇടുന്നുണ്ട്, മഷ്റൂം സൂപ്പോ. മഷ്റൂം കോൺ സൂപ്പ്. നമുക്ക് മഷ്റൂം സ്വീറ്റ് കോൺ ഉണ്ടാക്കാം. അത് ഞാൻ കുക്കറിലോട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ടേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി, കുറച്ച് സവാള എല്ലാം കൂടെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലോട്ട് മഷ്റൂം ചേർക്കുന്നുണ്ടേ. മഷ്റൂം കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ സ്വീറ്റ് കോൺ ഇതാ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടിയെ. ബട്ടറിൽ കിടന്ന് നല്ലപോലെ ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം പോലെ കുടിക്കുന്നതാണ് നല്ലത് സൂപ്പ്. അപ്പം ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ സംഭവം കോണും മഷ്റൂമും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വീറ്റ് കോൺ മഷ്റൂം സൂപ്പ് റെഡി. സൂപ്പർ സൂപ്പർ സംഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ലത് കേട്ടോ, സൂപ്പർ. അപ്പം ടാറ്റാ ബൈ ബൈ. ടാറ്റാ.